നമ്മൾ ചിലപ്പോൾ ചെറിയ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ, നിസ്സാരമായി കാണുന്നത് അള്ളാഹുവിന്റെ അടുത്ത് വലിയ കാര്യമായിരിക്കും അല്ലേ? ഒരു വേശ്യയായ വ്യഭിചാരിയായ പെണ്ണ് വ്യഭിചാരം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ദാഹിക്കുകയാണ്. വല്ലാത്ത ദാഹം വന്നപ്പോ കുറെ പോയപ്പോ പൊട്ടക്കിണർ കണ്ടപ്പോ വെള്ളം മുക്കാൻ കൊപ്പയും കയറില്ല. അവസാനം ആ കിണറിലേക്ക് ഇറങ്ങിയിട്ട് ആ പെണ്ണ് വെള്ളം കുടിച്ച് തിരിച്ച് എഴുന്നേറ്റ് വരുമ്പോ ഒരു നായ ആ കിണറ്റിന്റെ അപ്പുറത്ത് ഇങ്ങനെ വല്ലാത്ത ദാഹത്തിന്റെ ആ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് കാണാൻ. ആ സമയത്ത് ഈ പെണ്ണ്, ഈ സഹോദരി തന്റെ ഹുഫ എടുത്തിട്ട്, തന്റെ ആ ഷൂ എടുത്തിട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി അതിൽ വെള്ളം കൊണ്ടുവന്ന ആ നായക്ക് കൊടുക്കാൻ. നമുക്കറിയുന്നതാണ് ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അള്ളാന്റെ സൃഷ്ടിയാകുന്ന ആ ഒരു ജീവിയോട് ആ പെണ്ണ് കരുണ കാണിച്ചു. അതുകൊണ്ട് ആ പെണ്ണ് സ്വർഗത്തിലാണ്. വേറൊരു ആബിദത്തായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഫുള്ള് നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും എല്ലാത്തിനും നടന്നൊരു പെണ്ണ്. ആ പെണ്ണ് ഒരു പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അള്ളാന്റെ ഒരു സൃഷ്ടിയോട് കരുണ കാണിച്ചില്ല, അതിനെ ഉപദ്രവിച്ചു. നമ്മൾ നിസ്സാരമായി കാണുന്നത് അള്ളാന്റെ അടുത്ത് വലിയ കാര്യമായിരിക്കും. അതുകൊണ്ട് ഒന്നും നമ്മൾ ചെറുതായി കാണരുത്.